ഹായ്, എസ് എൽ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത് സാധാരണ സ്ത്രീകൾ ആഗ്രഹിക്കുന്ന പുരുഷന്മാരിൽ കുറച്ച് ക്വാളിറ്റീസ് ഉണ്ട്. അതായത് എല്ലാ സ്ത്രീകളുടെ ഉള്ളിലും അവരാഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ എന്ന് പറയുമ്പോൾ ആ ഒരാൾക്ക് കുറച്ച് ക്വാളിറ്റീസ് ഉണ്ടായിരിക്കും, അവരുടെ ഉള്ളിലുണ്ടായിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് ആ ഒരു ക്വാളിറ്റീസ് എന്നുള്ളത് നോക്കാം. അതായത് പുരുഷന്മാർക്ക് എന്തൊക്കെ ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് സ്ത്രീകൾ ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സെൽഫ് കൺട്രോൾ ഉണ്ടാവുക എന്നുള്ളതാണ്. ഈ കുറേ പേരിൽ നമ്മൾ കാണാറുള്ളൊരു കാര്യം എന്ന് പറയുക, പെട്ടെന്ന് അവർ അഗ്രസീവായി മാറും. അതായത് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യപ്പെടുക, ചിലപ്പോൾ പറയുന്നതിനേക്കാൾ മുന്നേ കൈയാണ് പ്രവർത്തിക്കുക എന്നൊക്കെ പറയില്ലേ, ആ രീതിയിലായിരിക്കും ചിലരുണ്ടാവുക. പറയുന്നതിന് മുന്നേ അടി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പം ഇങ്ങനെയുള്ളവരെ ഒരിക്കലും സ്ത്രീകൾക്ക് ഇഷ്ടമല്ല. ബിക്കോസ് അവർക്കറിയാം അവരുടെ ലൈഫ് സെക്യൂർ ആവില്ല എന്നുള്ളത്. എന്തെങ്കിലും ചെറിയ കാര്യത്തിന് വഴക്ക് വന്നു കഴിഞ്ഞാൽ പെട്ടില്ലേ, ചിലപ്പോൾ രണ്ടടി കിട്ടി കിടക്കേണ്ടി വരും. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരാളെ ഒരിക്കലും സ്ത്രീകൾ സ്നേഹിക്കില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ ലൈഫ് പാർട്ട്ണറായിട്ട് വരണം എന്നുള്ളത് ആരും ആഗ്രഹിക്കില്ല. എല്ലാവർക്കും ആഗ്രഹമുള്ളത് അല്ലെങ്കിൽ ഇഷ്ടം ഉണ്ടാവുക കുറച്ചൊക്കെ ഒന്ന് കാമായിട്ടുള്ള, പ്രശ്നങ്ങൾക്കൊന്നും വലിയ രീതിയിൽ പോവാത്ത, എന്നാൽ തന്നെ ഒറ്റപ്പെടുത്താത്ത അങ്ങനത്തെ ഒരു പേഴ്സൺ, കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഒരാൾ തന്നെ ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ പ്രശ്നങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ സോഫ്റ്റായ രീതിയിൽ ഹാൻഡിൽ ചെയ്യുക. അതേപോലെ തന്നെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സെൽഫ് കൺട്രോൾ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ സ്ത്രീകൾ നോക്കുന്നതാണ്. ഇത്തരം ഗുണങ്ങളുണ്ടെങ്കിൽ ഏതൊരു പെണ്ണിനും നിങ്ങളെ ഇഷ്ടപ്പെടും എന്നുള്ളത് മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സെൽഫ് റെസ്പെക്റ്റ് ആണ്. നമുക്ക് നമ്മളിൽ ഒരു റെസ്പെക്റ്റ് ഉണ്ടായിരിക്കണം. നമ്മളിൽ എത്രത്തോളം റെസ്പെക്റ്റ് ഉണ്ടോ അതിനനുസരിച്ചാണ് നമ്മളുടെ കോൺഫിഡൻസ് കൂടുക എന്ന് നമ്മൾ പറയാറുണ്ട്. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. നമ്മളെ സ്നേഹിച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ വല്ലാത്തൊരു ബഹുമാനം തോന്നും. അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഫീൽ ചെയ്യും. ബിക്കോസ് നമുക്ക് എന്തിനൊക്കെ കഴിയുമെന്നൊരു തോന്നൽ നമുക്ക് വരും എന്നുള്ളതാണ്. അതിപ്പോൾ നമ്മളെ തന്നെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രസ്സിങ്, അതേപോലെ തന്നെയാണ് നമ്മുടെ സെൽഫ് കെയർ. നമ്മൾ ടോട്ടൽ നമ്മുടെ അപ്പിയറൻസ് മാറ്റങ്ങൾ വരുത്താനായിട്ട് തുടങ്ങും. ബിക്കോസ് നമ്മൾ ഏറ്റവും ഭംഗിയിലാണ് നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളെ ചിത്രീകരിക്കുകയുള്ളൂ. ഒന്ന് പുറത്തിറങ്ങുകയാണെങ്കിൽ നല്ല രീതിയിൽ വെൽ ഡ്രസ്ഡ് ആയിട്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾ പോകും. അപ്പോൾ ഇത്തരത്തിലുള്ള പുരുഷന്മാർ, അതായത് ഇങ്ങനെ ഒരു സെൽഫ് റെസ്പെക്റ്റ് ചെയ്യുന്ന, അവരെ തന്നെ സ്നേഹിക്കാൻ കഴിയുന്ന, നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്യുന്ന അങ്ങനെയുള്ള പുരുഷന്മാരെ, നല്ല കോൺഫിഡൻസ് ഒക്കെ ഉള്ള പുരുഷന്മാരെ സ്ത്രീകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു ക്വാളിറ്റി താൻ കല്യാണം കഴിക്കാൻ പോകുന്ന അല്ലെങ്കിൽ തൻ്റെ പാർട്ട്ണർക്ക് ഉണ്ടാവണം എന്നുള്ളതും എല്ലാ സ്ത്രീകളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം. അതായത് എന്തെങ്കിലും ഒരു എയിം, ഇന്ന കാര്യം എനിക്ക് നേടാനുണ്ട്, ഇങ്ങനെ ഒരു എയിം അവർക്ക് ഉണ്ടായിരിക്കണം. എയിമുള്ള ആളുകൾ, അത് എയിം ഉണ്ടായി മാത്രം പോരാ, അതിനു വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും കൂടി കഴിയണം എന്നുള്ളതാണ്. കുറേ പേർക്ക് കുറേ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ അതിലേക്കുള്ള പ്രവൃത്തികളൊന്നും കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. ഒന്നും ഉണ്ടാവില്ല. ചിലർക്ക് ലക്ഷ്യമേ ഉണ്ടാവില്ല, എങ്ങനെയൊക്കെ മുന്നോട്ട് പോകും, എങ്ങനെ ഉണ്ടാവുള്ളൂ. പക്ഷേ കൃത്യമായ ലക്ഷ്യബോധമുള്ള ആളുകളെ, അതേപോലെ തന്നെ ലക്ഷ്യബോധം ഉണ്ടാവുക എന്നുള്ളത് മാത്രമല്ല, അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനും കൂടി മനസ്സ് കാണിക്കുന്നുണ്ടെങ്കിൽ എത്ര വേണമെങ്കിലും കുഴപ്പമില്ല, ഹാർഡ് വർക്ക് ചെയ്യാനും റെഡിയാണ് എന്ന ഒരു മെൻറ്റാലിറ്റി, അങ്ങനെയുള്ള ആ ഒരു സ്വഭാവ ഗുണവും സ്ത്രീകൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇതും അവർ പുരുഷന്മാരിൽ ഉണ്ടാകണമെന്ന് ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. ഇനി നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് കമാൻഡിങ് പവറാണ്. ചില ആളുകൾക്ക് നല്ല രീതിയിൽ കമാൻഡ് ചെയ്യാനുള്ള ഒരു പവറുണ്ട്. ചിലപ്പോൾ അവർക്ക് അവരുടെ ജോബിൻ്റെ ഭാഗമായിട്ട് കിട്ടിയതായിരിക്കാം. ചിലപ്പോൾ എന്ന് പറയുമ്പോൾ കുറേ കാലങ്ങളായിട്ട് ഇപ്പോൾ ഒരു കുടുംബമൊക്കെ നോക്കുന്നതോ അല്ലെങ്കിൽ അങ്ങനെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ അങ്ങനെ വരാം. അല്ലെങ്കിൽ ഫിനാൻസ് പരമായിട്ടൊക്കെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഒരു കമാൻഡിങ് പവറുള്ള ആളുകളായിരിക്കണം എന്നുള്ളതാണ്. കൃത്യമായിട്ട് ഇപ്പം നമുക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റണം, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കൃത്യമായി പറഞ്ഞു കൊടുക്കുക. ഇപ്പോൾ ചില പുരുഷന്മാർ വിചാരിക്കുന്നുണ്ടാവും അയ്യോ സ്ത്രീകൾക്ക് അങ്ങനെ നമ്മളിങ്ങനെ പറയുന്നൊന്നും ഇഷ്ടമല്ലല്ലോ എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല. സ്ത്രീകളുടെ മനസ്സിലും ഉള്ളൊരു കാര്യമാണ് പുരുഷന്മാർക്ക് ഒരു കമാൻഡിങ് പവർ ഉണ്ടായിരിക്കണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള പുരുഷന്മാരെയാണ് ഇഷ്ടമുള്ളത്. നമ്മൾ മിക്കയിടത്തും നമ്മൾ കാണാറുണ്ട്, കേൾക്കാറുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെ സ്ത്രീകൾക്ക് ഇങ്ങനെ കമാൻഡിങ് പവർ ഇഷ്ടമല്ല പുരുഷന്മാരുടെ എന്നുള്ളതൊക്കെയാണ്. പക്ഷെ അങ്ങനെയൊന്നുമല്ല, എല്ലാ സ്ത്രീകൾക്കും അത് ഇഷ്ടമാണ്, അവരത് ആസ്വദിക്കാറുണ്ട് ഈ ഒരു കമാൻഡിങ് പവർ എന്ന് പറയുന്നത്. പക്ഷെ അതൊരിക്കലും സ്ത്രീകളുടെ നമ്മൾ പറയാറുണ്ടല്ലോ അവരുടെ തലക്കറി ഇരിക്കാന്ന്, അങ്ങനെയൊന്നും അല്ല, അല്ലെങ്കിൽ അവരെ അടിച്ചമർത്തുന്ന രീതിയിലൊന്നും ആയിരിക്കരുത്. പക്ഷെ കൃത്യമായ രീതിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ, അങ്ങനെയുള്ള കമാൻഡിങ് പവറൊക്കെ ഉള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ ആ ഒരു ക്വാളിറ്റിയും എല്ലാ സ്ത്രീകൾക്കും ഇഷ്ടമായിരിക്കും. ഇനി ലാസ്റ്റത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ അടുത്ത് പറയാണ് ഇനി ഇത് ഓക്കെ ആവില്ല, അല്ലെങ്കിൽ നീ എൻ്റെ പുറകെ നടക്കരുത്, നമുക്ക് ബ്രേക്കപ്പ് ആവും എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് ഓക്കെ അതിനെന്താ, ഓക്കെ ബൈ എന്ന് പറഞ്ഞിട്ട് പോകാൻ കഴിവുള്ള ഒരു പേഴ്സൺ ആയിരിക്കണം എന്നുള്ളതാണ്. മിക്ക പുരുഷന്മാരും ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അയ്യോ അങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ, അല്ലെങ്കിൽ അവൾക്ക് അപ്പോൾ ഇഷ്ടം പോവുകയല്ലേ ചെയ്യാൻ, നമ്മൾ പുറകെ പോവുകയല്ലേ ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഒരിക്കലും അല്ല.
അതായത് പുരുഷന്മാരെന്ന് പറയുന്നത് എല്ലാ സ്ത്രീകളുടെ മനസ്സിലും ഒരു പടി മുകളിൽ തന്നെയാണ്. നമ്മൾ കുറേ പേർക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ട്, ഭയങ്കര തുല്യതയാണ് കേട്ടോ എല്ലാവർക്കും, അതായത് സ്ത്രീകളും പുരുഷന്മാരും തുല്യരാണ്. പക്ഷേ എങ്കിൽ പോലും ഇങ്ങനെ സ്ത്രീകൾ നമുക്ക് റിലേഷൻഷിപ്പ് വേണ്ട എന്നൊക്കെ പറയുമ്പോൾ അയ്യോ നീ അങ്ങനെ പറയല്ലേ ഇങ്ങനെ പറയല്ലേ എനിക്ക് നീ ഇല്ലാണ്ട് പറ്റില്ല എന്ന് പറയുന്നത്, അങ്ങനെയുള്ള പുരുഷന്മാരെ അല്ല സ്ത്രീകൾക്ക് ഇഷ്ടം. അങ്ങനെയുള്ളവർക്ക് ആ ഒരു ടൈമിൽ സ്ത്രീകൾ വിചാരിക്കുന്നുണ്ടാവും ഇവനപ്പം എന്നെ അത്ര ഇഷ്ടമുള്ളതുകൊണ്ടാണെന്ന് വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ പോകെ പോകെ അവർ ചിന്തിക്കും തോറും നിങ്ങളോടുള്ള ഇഷ്ടം കുറഞ്ഞു വരും, വാല്യൂ കുറഞ്ഞു വരും. അതായത് നിങ്ങൾ അവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത് എന്നുള്ള ഒരു ചിന്ത വരും എന്നുള്ളതാണ്. ഒരിക്കലും നിങ്ങളോടുള്ള സ്നേഹം കൂട്ടല്ല ചെയ്യുക. അപ്പം അതുകൊണ്ട് തന്നെ ഒരു വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്താണ് വേണ്ടെങ്കിൽ വേണ്ട, ഓക്കെ ബൈ എന്ന് പറഞ്ഞിട്ട് പോകാനുള്ള മനസ്സും കഴിവും ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കണം നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സംശയം വേണ്ട, ഈ ഒരു കാര്യത്തിൽ തന്നെ അവർക്ക് നിങ്ങൾ ഭയങ്കര ഇഷ്ടപ്പെടും എന്നുള്ളതാണ്. ബിക്കോസ് ഈ ഞാൻ പറഞ്ഞ ലാസ്റ്റത്തെ പോയിന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് എല്ലാ സ്ത്രീകളും മനസ്സിൽ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയും ക്വാളിറ്റീസ് ആണ് പൊതുവെ പുരുഷന്മാർക്ക് ഉണ്ടാകണമെന്ന് സ്ത്രീകൾ ചിന്തിക്കാനുള്ളത്.